ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഇന്ന് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് പൃഥ്വിരാജിൻ്റെ ഒരു പഴയ ഒരു ലുക്കുള്ള ഒരു പിക്ചറാണ് വരയ്ക്കണത്. അത് സെയിം തന്നെ നമ്മൾ ഒരു ചെറിയൊരു ഔട്ട്പുട്ട് വരച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ ചെറുതായിട്ടൊരു കളർ കൊടുക്കണതാണ്. സോ നമ്മൾ തുടക്കം പറഞ്ഞു നിർത്തുന്നത് പ്രാക്ടീസാണ്, കണ്ടിന്യൂസ് പ്രാക്ടീസാണ്. എല്ലാ ദിവസവും കുറച്ച് സമയം നമ്മൾ കണ്ടെത്തണം. നമ്മുടെ ഒരു ആഗ്രഹം, അല്ലെങ്കിൽ നമുക്ക് ഉള്ളിൽ തട്ടിയ ഒരു ആഗ്രഹം, അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കണമെങ്കിൽ അത് കുറച്ച് നേരമെങ്കിലും നമ്മൾ അതിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു മാർക്കറ്റിങ്ങിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾ ഒരാളെങ്കിലും ഫ്രഷായിട്ടുള്ള ഒരാളെ കാണുന്നത് എപ്പോഴും നമുക്ക് ഗുണകരമായിരിക്കും, നമ്മുടെ ജോലിക്കും. അതുകൂടാതെ നമുക്ക് ആ ഒരു ടച്ച് വിട്ടു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് ഞാൻ പറയണത്. ഓക്കെ, ഞാനിപ്പോൾ ഇന്ന് ഒരു വാക്കെടുത്തിരിക്കുന്നത് ഇയേഴ്സ് എന്നുള്ള ഒരു വാക്കാണ് എടുത്തിരിക്കുന്നത്, വർഷങ്ങൾ. എനിക്ക് ആദ്യം പറയാനുള്ളത് വെച്ചാൽ, നമ്മൾ ഏറ്റവും കൂടുതൽ എന്താ പറയുക, പഠിപ്പിക്കണത്, അല്ലെങ്കിൽ ഓരോ ലെസൺസ് നമ്മളെ മനസ്സിലാക്കി തരുന്നത് അത് കാലം തന്നെയാണ്. എനിക്ക് തോന്നുന്നത് ഓരോ കാലഘട്ടത്തിൽ നമുക്ക് ഓരോരോ കാര്യങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കി തരുന്നത്, അത് എന്താ പറയുക, നമ്മുടെ പക്വതയിലേക്ക് വരുന്നത് എല്ലാം ഈ കാലങ്ങൾ കൊണ്ട് തന്നെയാണെന്നാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. കാരണം ഒരു 14 വയസ്സുള്ള ഒരു പയ്യനെ പോലെ അല്ല ഒരു 25 വയസ്സുള്ള ഒരാൾ, അതേപോലെ ആയിരിക്കില്ല ഒരുപക്ഷെ ഒരു 35-40 വയസ്സുള്ള ഒരാൾ. ഇതുപോലെ ഒന്നും ആയിരിക്കില്ല ഒരു ക്യാൻസർ പേഷ്യൻ്റെ വർഷങ്ങളോ സമയമോ കടന്നു പോകണം. ഈ വർഷം ഏറ്റവും കൂടുതൽ കണക്റ്റായിട്ട് നിൽക്കുന്ന ഒരു വേർഡാണ് ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സെൻറ്റൻസാണ് ഏജ് ഈസ് ജസ്റ്റ് എ നമ്പേഴ്സ് എന്ന്. അത് നമ്മുടെ ഈ ഇയേഴ്സ് അല്ലെങ്കിൽ ഏജ് നമ്മൾ മൂന്നായിട്ടാണ് എപ്പോഴും നമ്മൾ കാറ്റഗറി ചെയ്യുക. ഒന്ന് പാസ്റ്റ്, പിന്നെ പ്രസൻറ്റ്, ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സിറ്റുവേഷൻ, പിന്നെ ഫ്യൂച്ചറിൽ നമ്മൾ എന്തായാലും നമ്മുടെ പ്ലാനിങ് കാര്യങ്ങളെല്ലാം. അപ്പോൾ എനിക്ക് തോന്നിയേക്കണേ, ഈ പാസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം ചില ആൾക്കാർ പറയും അതെടുത്ത് അത് പാസ്റ്റാണ്, കഴിഞ്ഞു പോയെന്ന്. ഇല്ല, നമുക്കതങ്ങനെ എടുത്ത് കളയാൻ പറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം വെച്ചാൽ അതൊരു ലോസ് ആയാലും അതൊരു പെയിൻ ആയാണെങ്കിലും അത് നമ്മുടെ ജീവിതത്തിൽ ലൈവായിട്ട് നടന്നൊരു സംഭവമാണ്. അത് നമുക്കങ്ങനെ എടുത്തുകൊണ്ട് നമ്മുടെ ലൈഫിൽ നിന്ന് കട്ട് ചെയ്ത് കളയാൻ പറ്റില്ല. പക്ഷെ അത് നമ്മൾ ആ പെയിൻ നമ്മുടെ കൂടെ തന്നെ കൂട്ടുക, അല്ലെങ്കിൽ നമ്മുടെ ഇതിൽ അറ്റാച്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാവുന്ന ഒരു കാര്യമുള്ളത്. അത് അക്സെപ്റ്റ് ചെയ്യുക. ആ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ നമ്മൾ ആ ഇയറിൽ നമ്മൾ ഇന്ന് ഇത്രയും പെയിൻഫുൾ ആയിരുന്നു എന്ന് നമ്മളത് അക്സെപ്റ്റ് ചെയ്യുക. പിന്നെ ഏത് മുറിവാണെങ്കിൽ പോലും അത് കാലം എന്തായാലും ഉണക്കും, അത് 100% ഉറപ്പാണ്. അത് കടന്നു പോകും നമ്മൾ. പക്ഷേ നമ്മളിപ്പോൾ ഒരു കാര്യം തുടങ്ങി, അതായത് ഒരു സ്ഥാപനം ചെയ്യുകയാണെങ്കിൽ നമ്മൾ തുടങ്ങിയിടാൻ കുറച്ച് എളുപ്പമായിരിക്കും, ഒരു ബിഗിനിങ് തുടങ്ങിയ. പക്ഷെ അത് എന്താ പറയുക, അത് പുള്ളി ചെയ്യാനും അതുകൂടാതെ അതുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ആത്മവിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, എല്ലാ ദിവസവും അതിനുവേണ്ടി മെനക്കെടുകയും അതിനെക്കുറിച്ച് മാത്രം നമ്മൾ ചിന്തിക്കുകയും ചെയ്യുമ്പോൾ ആ കാലം ഇയേഴ്സ് കഴിയും തോറും അത് നമ്മളെ തിരിച്ച് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും, ഇല്ലെങ്കിൽ നമ്മൾക്ക് ഗുണമുണ്ടാവും എന്നാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, നമ്മൾ ചില സമയത്ത് നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമ്മൾ കടന്നുപോയ കുറേ നല്ല കാലങ്ങളുണ്ടാവും. നമ്മൾ ഓർത്ത് വയ്ക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ച് നല്ല മൂമെൻറ്റ്സുകൾ നമ്മുടെ കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിലുണ്ടാവും. അതിടയ്ക്ക് നമ്മൾ അതൊന്ന് ഓർത്ത് പൊടി തട്ടി നമ്മുടെ അത് എടുക്കണത് എപ്പോഴും നമുക്ക് അതൊരു മുന്നോട്ട് പോകാനുള്ളൊരു ഉത്തേജനം കൂടി അതാകും. അല്ലെങ്കിൽ ഏറ്റവും മോശപ്പെട്ട സമയം, പാസ്റ്റിൽ ഏറ്റവും മോശപ്പെട്ട ഒരു കാര്യം നമ്മുടെ ലൈഫിൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മനസ്സിൽ എവിടെയെങ്കിലും കുറിച്ച് വയ്ക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. കാരണം
പിന്നീട് നമ്മളത് ആലോചിക്കുമ്പോൾ നമ്മുടെ ഒരു യഥാർത്ഥ റിയാലിറ്റിയിലേക്ക് നമ്മൾക്ക് എത്തിപ്പെടാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ എനിക്ക് തോന്നിയേക്കണ ഒരു കാര്യം, ഈ ഇയേഴ്സും പിന്നെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് വേർഡ്, അത് രണ്ട് ട്രൂ വേർഡ്സായിട്ട് കണക്റ്റഡ് ആണ്. അതായത് ഒന്ന് ജനനവും പിന്നൊന്ന് മരണവും. അത് ഇയേഴ്സുമായിട്ട് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള വാക്കുകളാണ്. അത് ബിഗിനിങ് ആൻഡ് എൻഡ് എന്നുള്ളത് പറയാം. ഇതിൻ്റെ ഇടയിൽ വീഴുന്ന ഒരു വാക്കാണ് ലൈഫ് എന്ന് പറയുന്നത്. ഈ ലൈഫ് എന്നുള്ള വേർഡ് ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ല, അത് ഒരു അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവുന്ന ഒരു വേർഡാണത് ലൈഫ് എന്ന് പറയുമ്പോൾ. ഇപ്പോൾ ലൈഫിൽ നല്ലതാണോ മോശമാണോ എന്ന് നമുക്കറിയാൻ പറ്റില്ല, പക്ഷേ രണ്ടും വന്നു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാനുള്ളത്. എന്നിട്ട് മുന്നോട്ട് തന്നെ പോവുക എന്നുള്ളതാണ്. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുക, മനസ്സമാധാനം കിട്ടുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. എപ്പോഴും ഓർമ്മയിലുണ്ടായിരിക്കുക, കാലം മറഞ്ഞു പോകും, അതേപോലെ തന്നെ മനുഷ്യരും മൺമറഞ്ഞു പോകും. പിന്നെ നമ്മുടെ ഡ്രോയിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു റഫ് സ്കെച്ചാണ്. പൃഥ്വിരാജിൻ്റെ ഒരു പഴയ പടത്തിലെ ഒരു പിക്കാണ് എടുത്തത്. ആരെങ്കിലും ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ചെറിയൊരു ലൈക്ക് കൊടുക്കുക, എന്തെങ്കിലും ചെറിയ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ വിട്ട് കളയുക. അത് പറയണമല്ലേ, പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ടുണ്ടായി ചെയ്യുന്നൊരു വീഡിയോ ആണ്. ഇതിൻ്റെ കൂടെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ പ്രായമാകുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു വയ്ക്കുക. നമുക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു വയ്ക്കുക. ഓക്കെ, നമ്മൾ ഏകദേശം ഇത് ടച്ച് ചെയ്ത് തീരാറായിട്ടുണ്ട്. ഇത് ഫേസും കൂടി ഒന്ന് കളർ ചെയ്യാനാണ്. ഇതിപ്പോൾ നമ്മൾ ആദ്യം ഒരു ലൈറ്റായിട്ടുള്ള സ്കിൻ ടോൺ കൊടുത്തു കഴിഞ്ഞിട്ട് രണ്ടാമത് നമ്മൾ കുറച്ചും കൂടി സ്ഥലങ്ങൾ ഡാർക്കായിട്ട് കൊടുക്കുന്നതാണ്. ഓക്കെ, ഏകദേശം നമ്മൾ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനിയും ടച്ചിങ് ഉണ്ട്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.